ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഈ ഒരു ഇമേജിനെ ബേസ് ചെയ്തായിരിക്കും. ഇതിൽ നമ്മൾ പറയുന്നത്, നമ്മൾ ആദ്യം ഇമേജ് ഇട്ട അതിൽ 2 ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു, ഒരു റെഡും ഒരു ഗ്രീനും. അതിൻ്റെ മേളിലേക്ക് 2 വരകളുണ്ട്. അതിനെ വിഗ് എന്ന് പറയും. ഈ പച്ചയോ അല്ലെങ്കിൽ ചുവപ്പോ കാണുന്ന ഭാഗത്തിന് ക്യാൻഡിലിൻ്റെ ബോഡി എന്ന് പറയും, അല്ലെങ്കിൽ ക്യാൻഡിലിൻ്റെ റേഞ്ച് എന്ന് പറയും. താഴത്ത് കാണുന്നതും അതിൻ്റെ വിഗാണ്. ഇനി നമ്മൾ ആ പഠിച്ച സിംഗിൾ ക്യാൻഡിൽ ഒരു ചാർട്ടിൽ വരുമ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അത് കണ്ടുപിടിക്കുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠന വിഷയമാക്കിയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ മുകളിലേക്കും താഴത്തേക്കും ഞാൻ ആരോ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ പഠന വിഷയത്തിന് ആധാരമായിട്ടുള്ള ക്യാൻഡിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇനി ശ്രദ്ധിക്കുക, ആ ക്യാൻഡിലിൻ്റെ മുകളിലൊരു പച്ച ലൈൻ വരച്ചിട്ടുണ്ട്. അതിൽ കാണുന്ന പ്രൈസ് 3.056. ആ ക്യാൻഡിലിൻ്റെ പച്ച ബോഡിയിൽ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് 3.007. ക്യാൻഡിലിൻ്റെ പച്ച ബോഡിയുടെ താഴത്തൊരു നീല വരയുണ്ട്, അത് 2.929. അതേ ക്യാൻഡിലിൻ്റെ താഴത്തെ വരയുടെ താഴത്തെ എൻഡിൽ ഒരു ചുമന്ന ലൈനും വരച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് 2.88. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് പ്രൈസ് മുകളിലേക്ക് പോകുന്ന ഒരു ക്യാൻഡിലാണ്. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസാണ് ആ റെഡ് ലൈൻ. ആ റെഡ് ലൈൻ വരച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ, ക്യാൻഡിലിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ഗ്രീൻ ലൈൻ ഉണ്ട്. ആ ഗ്രീൻ ലൈനാണ് ഈ ക്യാൻഡിലിൻ്റെ ഹൈ പ്രൈസ്. അപ്പം നമുക്ക് ലോയും കിട്ടി, ഹൈയും കിട്ടി. ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്രൈസിലായിരിക്കും ക്യാൻഡിൽ ഓപ്പൺ ആയതും ക്ലോസ് ആയതും. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ ഓപ്പൺ ആവുന്നത് ലോയിലും ക്ലോസ് ചെയ്യുന്നതും ഹൈയിലും ആയിരിക്കും. അപ്പോഴാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഫുൾ പിക്ചറാണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലനേഷൻ നമ്മൾ കേട്ടത്. ക്യാൻഡിലിൻ്റെ ബോഡിയുടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമ്മൾ കണ്ടു. ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നമ്മൾ കണ്ടു. ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതൊരു ബുള്ളിഷ് ക്യാൻഡിലാണെന്ന് മനസ്സിലായി. അതായത് പ്രൈസ് മുകളിലേക്ക് പോകുന്നൊരു ക്യാൻഡിലാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് കുറച്ച് ചാർട്ടുകൾ എടുത്തിട്ട് ഒന്ന് പഠന വിഷയമാക്കുക. എന്നിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള പൊസിഷനിൽ വരുന്ന ക്യാൻഡിലുകൾ നിങ്ങൾ കാണുന്ന ചാർട്ടിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയൊന്നും ഒന്ന് ശ്രമിക്കുക.